ഹായ്, നല്ല രസമുണ്ട് നിങ്ങളെ രണ്ടുപേരെയും കാണാൻ. രണ്ടാൾക്കും കയ്യാമ്മ വെച്ചിരിക്കുന്നല്ലോ. രണ്ടുപേരും ചേർന്ന് ആ കുറ്റം ചെയ്തത്. ഓടിപ്പോവാതിരിക്കാനാ ഇങ്ങനെ കയ്യാമം വെച്ചിരിക്കുന്നത്, മനസ്സിലായോ? ഈ കള്ളനെ പേടിച്ച് ഈ പോലീസ് ഓടി പോവാതിരിക്കാൻ SI സാറ് ചെയ്തതാവും. ഒന്ന് പോടാ. ഇവൻ ആരാണെന്ന് അറിയാമോ? ഉടുമ്പ് വാസു. ഒരു പഴുത് കിട്ടിയാൽ മതി, ഊർന്നു പോയി കളയും. അങ്ങനെ പോവാതിരിക്കാനാ എൻ്റെ കയ്യും ചേർത്ത് ഇങ്ങനെ കയ്യാമം വെച്ചിരിക്കുന്നത്. സാറിങ്ങനെ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ എനിക്കൊരു വിഷമം. ഇതങ്ങ് അഴിച്ചു കളഞ്ഞേക്ക് സാറേ, ഞാൻ എങ്ങും ഓടിപ്പോവില്ല. ദേ, അടങ്ങി നിന്നോണം, ഇടിച്ചു നിര കൂമ്പ് ഞാൻ വാട്ടും. ഓ, അത് പണ്ടേ വാടിയതാ, ഇപ്പൊ കരിഞ്ഞു കാണും. വെറുതെ അല്ല ഒരു കരിഞ്ഞ മണം. സാറേ, ഏതാ ഈ പയ്യൻ? ഒന്ന് പേടിപ്പിച്ച് പറഞ്ഞു വിട് സാറേ. വേണ്ട, ഇവനെ പോലുള്ള പുതിയ തലമുറ നിന്നെപ്പോലുള്ള പെരുങ്കള്ളന്മാരെ കണ്ടു പഠിക്കണം. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. തെറ്റിദ്ധരിക്കല്ലേ? ഈ കള്ളന്മാരെ ഇങ്ങനെ കയ്യാമം വെച്ച് നാണം കെടുത്തി കൊണ്ടുപോകുന്നത് കണ്ടാലെങ്കിലും നിന്നെപ്പോലുള്ളവന്മാര് കുറ്റം ചെയ്യുന്നതിൽ നിന്നും പിന്തിരിയണം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. എന്താ സാറേ ഇവൻ ചെയ്ത കുറ്റം? 5 പിടിച്ചു പറയും, ഒരു ജ്വല്ലറി മോഷണം, 2 വീട് കൊള്ള, 3 ഷോപ്പ് കവർച്ച, ഇത്രേ ഉള്ളൂ. ഇത്രയും ചെയ്തത് ഒരാഴ്ചക്കകമാണെന്ന് ഓർക്കണം. ആഴ്ചയിൽ 7 ദിവസമല്ലേ ഉള്ളൂ സാറേ. ഇത്ര തന്നെ ഒപ്പിച്ചത് ഇവനായിട്ടാ. താങ്ക് യു മോനെ. ചുരുങ്ങിയത് 5 വർഷം ശിക്ഷ കിട്ടാനുള്ള കുറ്റമാ ഇവൻ ചെയ്തത്. ഞാൻ ആ കേസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചത്. ചേട്ടനൊരു മഹാ മഹാസംഭവം തന്നെ. എങ്ങനെ കിട്ടി ഇത്രയും ബുദ്ധി? പറയാം. ഞാൻ എന്നും കാലത്ത് 4:30 മണിക്ക് ഉണരും. 5:30 വരെ വ്യായാമം, 1/2 മണിക്കൂർ വിശ്രമം, 6 മണിക്ക് കുളിക്കും, 6:30 പത്രം വായന, 7:30 മണിക്ക് പ്രാതൽ കഴിച്ച് വേഷം മാറി കൃത്യം 8:30 മണിക്ക് ഞാൻ സ്റ്റേഷനിലേക്ക് പോകും. ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വരും. അത്യാവശ്യം വീട്ടുജോലിയിൽ ഭാര്യയെ സഹായിച്ച് 1/2 മണിക്കൂർ TV കാണും. കൃത്യം 8:30 മണിക്ക് കിടക്കും. ചിട്ടയായ ജീവിതം. കഴിഞ്ഞ 10 വർഷമായി ഇതാണ് എൻ്റെ ജീവിതം. 10 വർഷം. കഷ്ടം, ഇയാൾക്ക് 5 വർഷമേ. 10 വർഷം കിട്ടാൻ മാത്രം പോലീസ് ചേട്ടൻ എന്ത് തെറ്റാ ചെയ്തേ?